പടച്ചോനെ പ്രപോരം കല്ലാണ്. ഇന്നത്തെ പിള്ളേർ ആരെങ്കിലും കല്ല് പൊറുക്കോ മുറെന്താന്ന് അവർക്ക് അറിയോ? പിന്നൊക്കെ കല്യാണം കഴിച്ച അവസരത്തിലൊക്കെ പടച്ചോനെ എൻ്റെ അമ്മായിമാക്ക് ഒരു ചെറിയ കല്ല് കണ്ടാൽ മതി, അപ്പൊ ആ ചോറെടുത്തിട്ട് ഇതാക്കും. അല്ല അന്ന് കഞ്ഞി കുടിക്കാൻ തന്നെ പാകണ്ടായിരുന്ന എല്ലാതും തിന്ന് 2 കഞ്ഞിൻ്റെ കണ്ടെങ്കിൽ അത് ഉള്ളി കഞ്ഞിൻ്റെ കുടിക്കുമെന്നല്ലാതെ ഇന്നിപ്പോൾ എല്ലാവർക്കും സഹചര്യം കൂടി പോയില്ലേ. ഇന്നത്തെ പെണ്ണുങ്ങൾ ആരെങ്കിലും തിരുമ്പോ കല്ലുമ്മ ഒക്കെ വാഷിംഗ് മെഷീനൊക്കെ ആയില്ലേ. ഒക്കെ കാലത്തിന്റെ ഒരു ഇത്. നല്ല കല്ലൊക്കെ ആയിരുന്നല്ലോ. ആരാണത്? ബാവേ ഇതെന്താടാ രാവിലെ തന്നെ ഇവിടെ? ഞാൻ കുഞ്ഞാപ്പൂന് കാണാനില്ല. കുഞ്ഞാപ്പൂന് അവിടെ കാണാൻ എവിടെ? ഞാൻ അവിടെ ഒക്കെ നോക്കിയേ. കൊലായ്മലോ? ഓൻ എങ്ങനെയാ കൊലായ്മ ഉണ്ടാവുക? പിന്നെ എവിടെയാണ്? ഓൻ ഭാരതക്ക് പഞ്ചിക്ക് പുല്ലേരിയാൻ പോയതല്ലേ. അല്ല അനക്കെന്തിനാ ഇപ്പൊ കുഞ്ഞാപ്പൂനെ? ഓനക്കൊരു പണിയാക്കി തരാറിഞ്ഞു. എന്താണ്? ഞാൻ കേട്ടില്ല. ഒരു പണിയാക്കി തരാറിഞ്ഞു. ആർക്ക്? എനിക്ക്. റബ്ബിലായ തമ്പുരാനെ, ഓനെ ഒരു പണിക്ക് പോണില്ല, എന്നിട്ട് അനക്ക് പണിയാക്കി തരിക. എന്താണ് അനക്ക് തലക്ക് വല്ല നൊസുണ്ടാ? അതെന്താ? അനക്ക് തലക്ക് ഭ്രാന്തുണ്ടാ? ഓനോട് ഇങ്ങോട്ട് പറഞ്ഞാണ് ഒരു പണിയാക്കി തരാന്ന്. ഓൻ അതും പറയും ബാബാ ഇതും പറയും. ഇജ്ജ് ഓന്റെ വാക്ക് കേട്ട് നടന്നാലേ ഇജ്ജും പണിക്കും പോകൂല, ഒരു കുന്തും നടക്കൂല. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. ഇപ്പോഴാണ് ഓനെ അറിയുന്നതോളൂ. അല്ല എന്നാലും അങ്ങനെ പറ്റിക്കൊന്നും വിചാരിച്ചിട്ടില്ല. ഓ പറ്റിയത് ഇജ്ജാളോ പൊട്ടാന്. ആ ചക്ക എന്തിനും പണിക്ക് പോണ്ട, അനക്കല്ലേ പണിക്ക് പോയിക്കൂടെ? ഏത് സമയം ഓനെ പിന്നാലെ നടക്കല്ലേ എനക്ക് പണി. ആയിക്കോട്ടെ, ആകെ പോട്ടെ താത്ത. താത്ത എപ്പോഴെങ്കിലും മാസ്ക് ഒക്കെ വെച്ചിക്കണ്? അല്ലാതെ ചക്ക അനക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി ഞാൻ മാസ്ക് വെക്കണേന്. എപ്പോ നോക്കിയാലും മാസ്ക് കാണാലോ. മാസ്ക് എന്റെ മുഖത്തല്ലേ ഞാൻ വെച്ചിക്കണത്, എന്റെ മുഖത്തല്ലേ ഞാൻ വെച്ചിക്കണത്. അതിൽ എന്തെങ്കിലും സൂക്കേടുണ്ടോ? അതോ സൂക്കേടുണ്ടായിട്ടാണ് മാസ്ക് വെക്കണത്. ഇപ്പൊ കൊറോണ എന്നൊരു സാധനം വന്നിട്ടുണ്ടല്ലോ. കുഞ്ഞാപ്പൂ പറഞ്ഞത് മുഖത്തുനിന്ന് മാസ്ക് എടുക്കരുതെന്ന്. എപ്പോഴാ സാധനം വരുന്ന പറയാനിട്ടില്ലല്ലോ. ഞാൻ അതുകൊണ്ട് മാസ്ക് വെക്കണത്. ഇനി മഞ്ഞക്കല്ലേ, മഞ്ഞ് കൊണ്ടിട്ടാണെങ്കിൽ താത്താക്ക് എന്നോട് പറയാനേ അപ്പൊ തുമ്പലും തൂത്തലും പിടിക്കൂ. അപ്പൊ മാസ്ക് അവിടെ ഇരുന്നോട്ടെ, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞോട്ടെ. വെറുതെ കാര്യത്തിനൊന്നും പറയാൻ നിൽക്കട്ടെ. വെറുതെ ചോദിച്ചാണെന്ന് പറയാം. ഇപ്പൊ അയിമ കയറിയിട്ട് എന്നൊന്നും പറയാതിരിക്കും. ഞാനൊന്നും പറയാനില്ല മോനെ. ഇത് ആ ചെക്കൻ വരുമ്പോ തീമടണം, തീമിട്ടിട്ട് ചോറ് വെച്ചിട്ട് നബീസാത്താർക്ക് പോവാണ്ട്. പോയിക്കോ, പാടത്തവിടെ ഉണ്ടാവും ഓന്. ഞാൻ ഓനവിടെ കണ്ടിട്ടില്ലേ? ഞാൻ അവിടെ വന്ന് ഓന് ചോദിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോണ്ട് പോയിക്കോ. ഞാൻ പോട്ടെന്നാ. ശരി, അങ്ങനെ ആവാം. അനക്ക് വെള്ളമൊന്നും വേണ്ടല്ലോ കുടിക്കാന്? വെള്ളപ്പോ വേണ്ട വേണ്ടല്ലോ. അന്ന് താത്താന്റെ കുട്ടിയാണ് പോയിക്കോളി. എന്റെ പണി കല്ലത്താവുള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് ഭർത്താനം പറഞ്ഞിരുന്നെങ്കിൽ. കുഞ്ഞാപ്പോ ഇജെന്താ ഇവിടെ വന്നിക്കണ്? ഞാനേ ഇമ്മ പറഞ്ഞ് പച്ചിക്ക് പുല്ലൊന്നുമില്ല, പുല്ലു അരിഞ്ഞോന്ന്. ഇക്കണങ്ങ ഭയങ്കര ജാതി നിന്ന്. ഇപ്പൊ അരിയണ അതാ വൈകുന്നേരം അരിയാനാച്ച് ഞാൻ ആലോചിക്കാണ്. അത് ശരി. ഇവിടെ ഞാൻ അവിടെ പോയിരുന്നു. വരെ പോയിരുന്നില്ലേ? അപ്പൊ എന്താ ചെയ്യാച്ചിട്ട് ഇങ്ങനെ ആലോചിക്കാണ്. അപ്പളാ ഇജ്ജ് വന്നത്. ഞാൻ അവിടെ തെരഞ്ഞിട്ട് ഉമ്മാനോട് ചോദിച്ചു പറഞ്ഞ് പുല്ലരിയാൻ വന്നിക്കണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് അങ്ങനെ ആലോചിച്ച് നിക്കാണ് ഞാൻ. അപ്പൊ പുല്ലരിയാൻ വന്ന ആളാണ് ഇവിടെ നിന്ന് വെറുതെ കളിക്കണല്ലേ? എന്നാൽ ഞാനേ എന്താണ് വൈകിട്ട് അരിഞ്ഞോളൂ. വൈകിട്ട്? അപ്പൊ വെയിലൊക്കെ അല്ലേ. പിന്നെ അതൊക്കെ പോട്ടെ, എന്താ ഇതിന്റെ പണിന്റെ കാര്യം? താഴത്തേക്ക് നിക്കാൻ പറഞ്ഞുതരാം. പണിന്റെ കാര്യൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാന് വേറൊരു കാര്യം പറയാൻ പറഞ്ഞ എന്നോട്. ആരോടും പറയരുത്. ഇമ്മ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കണ് ആരോടും പറയരുതെന്ന്. നമ്മളെ സുബൈദാത്തല്ലേ, സുബൈദാത്താന്റെ മര്യോളില്ലേ? ആകെ ഒരു മര്യാദല്ലോ. ഓർക്ക് 2 പെൺകുട്ടികളല്ലേ, റസീം ബൗസിയും. ഓര് കെട്ടിച്ചതിന്റെ ശേഷം ഓര് ഇങ്ങോട്ട് വരലില്ല തീരെ സുബൈദാത്താന്റെ പെരേക്കിട്ടാ. അപ്പൊ സുബൈദാത്താന്റെ മര്യോള് എപ്പോഴും പറയാത്ര ഇവരോട്, നിങ്ങൾ ഇങ്ങോട്ട് വരണില്ലല്ലോ, 2 ദിവസം നിന്നില്ലല്ലോ, 2 ദിവസം നിന്നില്ലല്ലോന്ന്. അപ്പൊ എന്റെ ഉമ്മ പറയും, ആ പെണ്ണ് ഇങ്ങനത്തെ പെൺകുട്ടികളുണ്ടാ കണ്ടാ, നാത്തുമാര് വരാൻ വേണ്ടി പറഞ്ഞില്ലേന്ന്. അങ്ങനെ എന്നോട് പറയാൻ. ഇപ്പൊ ഈ ക്രിസ്മസ് ഇല്ലേ, ഇപ്പൊ ക്രിസ്മസിന് പൂട്ടിയല്ലോ. ആ മെസ്സിന് പൂട്ടിയല്ലോ. അപ്പൊ ഇവ ഈ 2 പെൺകുട്ടികൾ വന്നു. അപ്പൊ 2 ദിവസം നിക്കാണ്ടി വന്നു, സന്തോഷത്തിന് നിക്കാന്ന്. അപ്പൊ ഇമ്മ പറയാ, ആ മയോളുണ്ടല്ലോ പെണ്ണ്,
എന്തൊക്കെ എത്ര ഇവർക്ക് കൊടുക്കാ, ഒരു പണി എടുപ്പിക്കൂല എത്ര. ആ അപ്പൊ എന്റെ ഉമ്മ പറയും 2 ദിവസമൊക്കെ അങ്ങനെ ഉണ്ടായി എത്ര. പിന്നെ 3-ാമത്തെ ദിവസം ഇവര് വേണ്ട ഇനിയിപ്പോ പോണില്ലേ, 3-4 ദിവസം നിക്കാറിനത്രേ ഈ 2 പെൺകുട്ടികള്. അപ്പൊ 3-ാമത്തെ ദിവസം ഈ മരുവാനിക്ക് തുടങ്ങിയത്ര തലവേദന എപ്പോഴും മാറിയിട്ടില്ല എത്രേ. പെണ്ണെടുത്തി ഒരു പണി എടുക്കൂല, കിടന്നുറങ്ങും തലവേദനായിട്ട്. ഡോക്ടറെ കാണിക്കാൻ പോകുമ്പത്ര ഡോക്ടറെ പിന്നെ കാണിക്കാം, മരുമോൾക്ക് തലവേദന. മരുമോൾക്ക് തലവേദന. അപ്പൊ ഉമ്മ പറയും ഇപ്പൊ ആ പെൺകുട്ടികളാണ് പണിയെടുക്കുന്നത് പെരയില്. ഇപ്പൊ എന്നിട്ട് ഒരു പോയാ സ്കൂൾ തുറക്കാനായില്ലേ. അപ്പൊ ഇന്നലെ പോയത്ര എന്നോട് പറയണ വാവാ ആ പെണ്ണേരത്തിന് തലേനെ മാറിയത്രേ മരിയോളെ. അതെന്താവല്ലേ ഇവര് വന്നപ്പോ വല്ല ചൈത്താൻ കൂടിയാവല്ലേ ഓരപ്പോ. എങ്ങനെ തലവേദന പിടിച്ചത് ഇവിടെ വന്നതിന്റെ 2 ദിവസം ഇവര് നിക്കാൻ വന്നല്ലേ ഓരോ സുബൈദാത്താന്റെ മക്കള്. അപ്പൊ 2 ദിവസം ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് കുറച്ച് ദിവസം കൂടി നിക്കാന്ന് ഇറങ്ങി. അപ്പൊ ഈ മരിയോൾക്ക് തലവേദനയായിട്ട് എപ്പോഴും കിട്ടാത്രേ. ഇപ്പൊ ഒരു പോയപ്പോ ഓരോ തലവേനൊക്കെ മാറിയത്രേ. വേഗം പോകാൻ വേണ്ടിട്ടുള്ള ഐഡിയ എടുത്തോ. അങ്ങനെ ഒന്നും പറയുവോ? ചെലപ്പോ അങ്ങനെ ആവും. അതൊന്നും അവളൊക്കെ തോന്നി ചെയ്താൻ വന്നിണ്ടാവും ഓരപ്പോ. അതും പറയാൻ പറ്റൂലല്ലേ. അപ്പൊ ഉമ്മ അറിയാ ഞാനേ സുബൈദാത്താന്റെ മരിയോളം ഇങ്ങനെ വിചാരിച്ചില്ല. പെണ്ണ് കാമത്തി തന്നെയാണ്. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു ആരോടും പറയുന്നത് അറിഞ്ഞിട്ടാ. നീ ഇജ്ജായിട്ട് ആരോടും പറയണ്ട, ഞാനായിട്ട് ആരോടും പറഞ്ഞില്ല, ഇജും പറയണ്ടട്ടാ. ഞാൻ പോട്ടെട്ടാ. അല്ല ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ എന്താ പരിപാടി? ഉമ്മാനോട് എന്തെങ്കിലും ഐഡിയ പറയണോ? അപ്പൊ ആടെ നല്ല വെയിലാണ് ഉമ്മ. വൈകുന്നേരം പുല്ലരി അറിയാം. അപ്പൊ ഉമ്മ കേൾക്കും. എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പെരേക്ക് പോകുള്ളൂ. ഇമ്മ അവിടെ പണിക്ക് പോയിക്കൊള്ളു. വിസാട്ടാർക്ക് പണി കൊടുക്കുന്നുണ്ടെങ്കിൽ ഉമ്മാനോട് ഞാൻ പറഞ്ഞേക്കുന്നു ഞാൻ പുല്ല് അരിഞ്ഞ് വരാം ഉമ്മ. അപ്പത്തിന് നിങ്ങൾ ചോറ് വെച്ചാളി, എന്നിട്ട് അവിടെ വെച്ചാളി. അപ്പൊ ഞാൻ ചോറിനാൻ നേരത്ത് വരുന്നെന്ന് പറഞ്ഞു ഉമ്മാനോട്. ഇമ്മ പോണേരം ഞാൻ അവിടെ ഇവിടെയൊക്കെ തട്ടിമുട്ടി നിൽക്കും, എന്നിട്ടാണ് പോണം. അപ്പോഴും എന്റെ പണിന്റെ കാര്യം തീരുമാനമായില്ല. എന്റെ പണിന്റെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. കിട്ടിയ പാടെ എനിക്ക് മേടിച്ചെന്റെ പണി എനക്ക് തന്നെ പണിയില്ല എന്നാണ് എന്റെ അമ്മ പറഞ്ഞത്. എന്നിട്ട് എന്നോട് എന്താ പറയാ പണിയൊക്കെ ഉണ്ട്. എന്നോട് തന്നെ ഒരു പണിയല്ലേ അത്. ഈ പണി ശരി പജിനൊക്കെ ഒരു പണിയല്ലേ അല്ലേ? എനിക്ക് എന്ത് പണിയാ പറഞ്ഞത്? എനക്ക് പണി ഞാൻ ആലോചിക്കുന്നുണ്ട്. ആലോചിച്ചിട്ട് എനക്ക് പണി റെഡിയായ അപ്പൊ ഞാനോട് എന്നായിക്കോട്ടെ കുഞ്ഞാപ്പോ, നമുക്ക് പോവാ.